നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം നാളെ തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടുവളപ്പിൽ നടക്കും. ഇന്ന് ഉച്ചയോടെയാണ് കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ച് ശാന്തകുമാരി അമ്മ അന്തരിച്ചത്. 90 വയസ്സായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് 10 വർഷമായി ചികിത്സയിലായിരുന്നു. കൊച്ചി എളമക്കരയിലെ വീട്ടിൽ അമ്മയുടെ അന്ത്യനിമിഷത്തിൽ മോഹൻലാലും ഒപ്പമുണ്ടായിരുന്നു. അതേസമയം അമ്മയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ സൈബറിടത്തിൽ വൈറലായി മാറുന്നുണ്ട്. എന്റെ ശബ്ദത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അമ്മയ്ക്ക് മനസ്സിലാകും. എനിക്കൊരു പനിയോ ജലദോഷമോ വന്നാലും അമ്മ ചോദിക്കും. അത് അമ്മയ്ക്ക് മാത്രം മനസ്സിലാവുന്നതാണ്. അതുപോലെ അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാൽ എനിക്ക് മനസ്സിലാകും. അതേസമയം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ റിലീസ് പരസ്യം കണ്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കുമുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ലെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു. ആദ്യ ദിവസം തന്നെ അവർ സിനിമ കാണാൻ പോയിരുന്നു. എന്റെ സീനുകൾ വരുമ്പോഴേക്കും അടുത്തിരിക്കുന്ന സ്ത്രീകൾ പറയും, അയ്യോ കാലൻ വരുന്നുണ്ട്. അത് കേട്ടപ്പോൾ അമ്മയുടെ ഉള്ള് ശരിക്കും പിടഞ്ഞിരിക്കും. അച്ഛനും നല്ല വിഷമം ഉണ്ടായിരുന്നുവെന്ന് അമ്മ പിന്നീട് പറഞ്ഞിരുന്നു. നരേന്ദ്രൻ എന്നെ കൊണ്ടുപോയ ദൂരങ്ങൾ എത്രയാണെന്ന് എനിക്കറിയില്ല. വർഷങ്ങൾ കടന്നുപോയിട്ടും നരേന്ദ്രനോട് എനിക്ക് പ്രത്യേകമായ ഒരിഷ്ടമുണ്ട്. വലിയ മോഹങ്ങളൊന്നുമില്ലാതെ സിനിമയുടെ പടവുകൾക്ക് താഴെ ക്ഷമാപൂർവം നിന്ന എന്നെ ഉയരങ്ങളിലേക്ക് പിടിച്ചുകയറ്റിയത് നരേന്ദ്രനാണ്, മോഹൻലാൽ പറഞ്ഞിരുന്നു. എന്തായാലും അതിനുശേഷം എത്ര ശ്രമിച്ചിട്ടും പഴയ ലാലുവായി എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ വീട് വിളിക്കും. മുടവൻമുകളിലേക്ക് കയറി വരുമ്പോൾ അവിടെ ആ റോഡിൽ ഇപ്പോഴും അവൻ നിൽക്കുന്നുണ്ടാകും. ഇങ്ങനെ ആ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുന്നതിനിടയ്ക്കാണ് സ്വന്തം കുടുംബത്തെയും അമ്മയെക്കുറിച്ചുമൊക്കെ മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് 2 വർഷം മുൻപ് ഒരു കുറിപ്പിലൂടെ താരം വെളിപ്പെടുത്തിയിരുന്നു. കണ്ണുകളിലൂടെയാണ് താൻ അമ്മയോട് സംസാരിക്കുന്നതെന്നും കണ്ണിൽ നോക്കിയിരിക്കുമ്പോൾ താൻ ആ സ്നേഹവും വാത്സല്യവും അറിയുന്നുവെന്നാണ് അദ്ദേഹം എഴുതിയത്. പണ്ട് അമ്മ ഉരുള ഉരുട്ടി നൽകിയതുപോലെ താൻ അമ്മയെ ഊട്ടാറുണ്ടെന്നും മോഹൻലാൽ കുറിച്ചിരുന്നു. തന്റെ അച്ഛന് മറവി രോഗം ബാധിച്ചിരുന്ന കാലത്തെ ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചിരുന്നു. ആഘോഷങ്ങൾക്കെല്ലാം കൊച്ചു കുഞ്ഞിനെ പോലെയാണ് അമ്മ അച്ഛനെ കൊണ്ടു നടന്നിരുന്നത്. ചോറുരുള വായിൽ വെച്ച് കൊടുത്തു. താൻ അഭിനയിച്ച സിനിമ കാണാനായി അമ്മയും താനും ചേർന്ന് അച്ഛനെ തിയേറ്ററിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി. ഓരോന്നും പറഞ്ഞുകൊടുത്ത് അച്ഛനൊപ്പം അമ്മ സിനിമ കണ്ടു. അപ്പോഴും അമ്മയുടെ ഒരു കൈ അച്ഛൻ്റെ കൈ പിടിച്ചിരിക്കുന്നത് തിയേറ്ററിലെ ഇരുട്ടിലും ഞാൻ കണ്ടിരുന്നു. അമ്മയെ ആരും ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചത്. അച്ഛന് മറവി രോഗം വന്നു തുടങ്ങിയപ്പോൾ ആദ്യം അത് തിരിച്ചറിഞ്ഞത് അമ്മയാണ്. അന്നത്തെ കാലത്തെല്ലാം ഈ രോഗം വന്ന പലരെയും വീടിന് പുറത്ത് കൊണ്ടുപോകാൻ ആരും തയ്യാറാകുമായിരുന്നില്ല. എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അറിയില്ല. എന്നാൽ എൻ്റെ അമ്മ അച്ഛനെ കല്യാണങ്ങൾക്കും എല്ലാ ആഘോഷങ്ങൾക്കും കൈപിടിച്ച് കൂടെ കൊണ്ടുപോയി. കുട്ടികളോട് എന്ന പോലെ എല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ മോഹൻലാൽ തൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നത് വാ തോരാതെയാണ്.